വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചുള്ള ഹൈക്കോടതി ഉത്തരവോടെ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ഭരണം സർക്കാർ നിയന്ത്രണത്തിലായി. LDF നിയമിച്ച ബോർഡുമായി രാഷ്ട്രീയ പോരിലായിരുന്ന സർക്കാരിന് ജോയിന്റ് സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയമിച്ച് ബോർഡ് നിയന്ത്രിക്കാൻ കഴിയും. ഈ ഉദ്യോഗസ്ഥനെ നിയമിച്ചുള്ള സർക്കാർ ഉത്തരവ് ഉടനിറങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പിണറായി സർക്കാർ പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് UDF സർക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നില്ല. വഖഫ് ഭരിക്കുന്ന മുസ്ലിം ലീഗിനെ ഇത് വെല്ലുവിളിയായി മാറുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് വഖഫ് ബോർഡിനെ പിരിച്ചുവിടാനുള്ള ഹർജികളുമായി BJPയും രണ്ട് തീവ്ര ക്രൈസ്തവ സംഘടനകളും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി പ്രകാരമുള്ള 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാത്തതും സർക്കാർ പ്രതിനിധിയുടെ യോഗ്യതാ പ്രശ്നവുമടക്കം ഉന്നയിച്ചായിരുന്നു ഹർജി. വഖഫ് നിയമപ്രകാരമല്ല ബോർഡിന്റെ രൂപീകരണമെന്ന് പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തിയാണ് ബോർഡിനെ നിയന്ത്രിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ്. ജോയിന്റ് സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ബോർഡിന്റെ നിയന്ത്രണം നൽകണമെന്ന കോടതി നിർദ്ദേശം പാലിച്ച് സർക്കാർ ഉത്തരവ് ഉടനിറങ്ങും. മുതിർന്ന IAS ഉദ്യോഗസ്ഥന് തന്നെ ബോർഡിന്റെ ചുമതല നൽകാനാണ് സർക്കാരിന്റെ ആലോചന. സിറ്റിംഗ് അടക്കമുള്ള ദൈനംദിന കാര്യങ്ങളിൽ നിലവിലെ ബോർഡിന് തുടരാമെങ്കിലും മൂലധന ചെലവ് നടത്താനോ നയപരമായ തീരുമാനമെടുക്കാനോ സാധിക്കില്ല. ഫലത്തിൽ ജോയിന്റ് സെക്രട്ടറിയിലൂടെ ഭരണം സർക്കാരിന് നടത്താനാകും. UDFകാരായ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാനും സർക്കാരിന് അവസരമുണ്ട്. രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി നോക്കിയായിരിക്കും ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കുക. അതേസമയം വിധി സ്റ്റേ ചെയ്യിക്കാനായി വഖഫ് ബോർഡ് അംഗങ്ങൾ ഇന്ന് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. മീഡിയ 1 കൊച്ചി.